എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഒരു കാറ് നമ്മൾ ഓടിക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി വളരെ വിശദമായ വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാറിൽ കയറി ഇരുന്ന ശേഷം ആദ്യം എന്ത് ചെയ്യണം, രണ്ടാമത് എന്ത് ചെയ്യണം, മൂന്നാമത് എന്ത് ചെയ്യണം, അങ്ങനെ ഓർഡറായിട്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതാദ്യം ചെയ്യേണ്ടതുണ്ടോ, ഇത് പിന്നീട് ചെയ്താൽ പോരെ, ഇതിങ്ങനെ ചെയ്തെങ്കിൽ എന്താ പ്രശ്നം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചിട്ട് വേണം എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന്. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോഴും പലരും ചോദിക്കുന്നത് എന്തിനാണ് ക്ലച്ച് ചവിട്ടുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അധികം ആളുകൾക്കും മനസ്സിലാവാത്തത് എന്തിനാണ് ക്ലച്ച് ചവിട്ടുന്നത് എന്നാണ്. അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന് സേഫ്റ്റി വൈസ് ഒരു കാര്യം ഞാൻ പറയാം, രണ്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. നമുക്കറിയാം, സാധാരണ നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്ന സമയത്ത് ഗിയറിൽ വെക്കാറുണ്ട് അല്ലേ. മുമ്പോട്ടേക്കാണ് ഉരുളാൻ ചാൻസ് ഉള്ളതെങ്കിൽ നമ്മൾ ഏത് ഗിയർ സെലക്ട് ചെയ്ത് വെക്കും, റിവേഴ്സ് ഗിയർ ആക്കി വെക്കും. അതിന് ബാക്കിലേക്ക് വണ്ടി ഉരുളാൻ ചാൻസ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കും, നമ്മൾ ഫസ്റ്റ് ഗിയർ ആക്കി വെക്കും അല്ലേ. ഹാൻഡ് ബ്രേക്കിനോടൊപ്പം ഈ ഒരു ഗിയറിലാക്കി വെക്കാറുണ്ട് നമ്മൾ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനൊരു വണ്ടി പോയി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഫസ്റ്റ് ഗിയറിലുണ്ടെന്ന് വിചാരിക്കുക. ക്ലച്ചൊന്നും ചവിട്ടാതെ നിങ്ങൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്താ സംഭവിക്കുക, വണ്ടി ഒന്ന് മുന്നിലേക്ക് തുള്ളും. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപകടമുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ വണ്ടിയിൽ കയറി ഇരുന്നതിന് ശേഷം ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം അവിടെ സംഭവിക്കില്ല. അതുകൊണ്ട് ക്ലച്ച് ചവിട്ടിയിട്ട് മാത്രമേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇത് ക്ലച്ച് ചവിട്ടണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമാണ്. ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റാർട്ടർ മോട്ടർ ഉണ്ട്. ആ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ലോഡ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ലോഡ് കുറയുകയാണ് ചെയ്യുന്നത്. ഗിയർ ബോക്സിൻ്റെ ലോഡോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വളരെ ഫ്രീ ആയിട്ട് നമുക്ക് സ്റ്റാർട്ടർ മോട്ടറിനെ കറക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ലോഡ് കുറക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ചവിട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കും ക്ലച്ചും ഫുള്ളായി ചവിട്ടി പിടിച്ചിട്ട് കൊണ്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി എന്നോട് സംശയം ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞത്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. Thank you.